നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് 2024 അതായത് ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന 2 സിനിമകളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. 2 സിനിമകൾ എന്ന് പറയുമ്പോൾ ഇത് തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കുന്ന ബോക്സ് ഓഫീസ് സക്സസുകളെ കുറിച്ചല്ല നമ്മളിന്ന് സംസാരിക്കുന്നത്. മലയാളത്തിലെ 2 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള 2 താരങ്ങൾ, 2 വലിയ താരങ്ങൾ, മോഹൻലാലും മമ്മൂട്ടിയും. ഈ 2 താരങ്ങളുടേതായിട്ട് വളരെയധികം പ്രതീക്ഷയുള്ള 2 സിനിമകൾ, അത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രതീക്ഷയുള്ള 2 സിനിമകളാണ്. ആ 2 സിനിമകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും ഏകദേശം വലിയ തെറ്റില്ലാത്ത സമയങ്ങളിലായിരിക്കും സിനിമകൾ റിലീസ് ചെയ്യുക. ഒരു മാസത്തെ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും 2 സിനിമകളും വരിക. അതും തുടക്കത്തിൽ തന്നെ വരും എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ മലയാള സിനിമ 2024 എന്ന് പറയുന്ന വർഷത്തെ നല്ല ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കും എന്ന്, അല്ലെങ്കിൽ പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തിനേലും ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ സിനിമകൾ ഏതായിരുന്നു എന്നുള്ളത് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയും മോഹൻലാൽ നായകനായിട്ട് വരാൻ പോകുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയും. 2 സിനിമയുടെയും സംവിധായകരുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനെ നമുക്ക് വേണമെങ്കിൽ ഒരു പുതുമുഖം എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ പുതുമുഖമല്ല, അദ്ദേഹത്തിൻ്റെ ഭൂതകാലം എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മതി അദ്ദേഹം വളരെ സീനിയർ ആണെന്ന് നമുക്ക് കാണിച്ചു തരാനായിട്ട്. അത്രയധികം മികച്ച ഒരു സിനിമയായിരുന്നു ഭൂതകാലം എന്ന് പറയുന്ന സിനിമ. തീർച്ചയായിട്ടും ആ ഒരു സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയെ പോലുള്ള ഒരു നടൻ ഡേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടന്റ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. എന്താ നേരെ തിരിച്ച് ഇപ്പുറത്തോട്ട് മലൈക്കോട്ടെ വാലിബനിലേക്ക് വരുന്ന സമയത്ത് മലയാള സിനിമയിലല്ല, ഇന്ത്യൻ സിനിമയിൽ കഴിവ് തെളിയിച്ച് ലോക സിനിമയിൽ തന്നെ പേര് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടറാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു 10 കൊല്ലം കൂടിയും ഇതേപോലെ തന്നെയുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ തന്നെ വാഴ്ത്തപ്പെടുന്ന പേരുകളിൽ ഒന്നായിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി മാറുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് ഇറങ്ങിയ ഒരു 3-4 സിനിമകൾ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഓരോ സിനിമകളും ഓരോ സ്റ്റെപ്പ് മുകളിലോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയും ആ ഒരു സ്റ്റേജിലേക്കായിരിക്കും പോവുക എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. എന്നാൽ നേരെ മറിച്ച് മറ്റൊരു കാര്യം കൂടി ആ ഒരു വിഷയത്തിൽ പറയാനുണ്ട്. അതായത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയാണ് എന്നുണ്ടെങ്കിലും ലിജോ ജോസ് പെല്ലിശ്ശേരി തന്നെ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇതൊരു പൂർണ്ണമായിട്ടും ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യം. അതായത് അദ്ദേഹം ആർട്ട് മേഖലയിൽ നിന്ന് മാറിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രതീതി തുടക്കത്തിലെ അദ്ദേഹം കൊടുത്തിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും കേട്ടില്ല, അല്ലെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കുന്നതും കേട്ടില്ല. എല്ലാവരും പിന്നീട് ലിജോ ജോസ് പെല്ലിശ്ശേരിനെ പൊക്കി പറയുന്ന കാര്യങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ മോഹൻലാൽ പോലും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വരെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനർത്ഥം ആ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്ത ആ ഒരു ഹൈപ്പിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഒരു കാര്യം ഇവിടെ എടുത്തു പറയാൻ സാധിക്കും. മലയാള സിനിമയിലെ സംവിധായകരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വളരെ മികച്ച സംവിധായകരിൽ പലരും, രഞ്ജിത്തിനെ പോലുള്ള സംവിധായകൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടർ മോഹൻലാലിനെ വെച്ചും മമ്മൂട്ടിയെ വെച്ചും സിനിമകൾ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. എഴുതിയ സിനിമകൾ വ്യത്യസ്തമാണ്, അത് മാറ്റി നിർത്താം. അത് പല ഡയറക്ടർമാർക്ക് വേണ്ടി എഴുതിയതാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ അദ്ദേഹം തന്നെയായിരിക്കും അത് എഴുതിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 2 നടന്മാർക്കും അദ്ദേഹം വീതിച്ച് കൊടുത്തിരിക്കുന്ന രീതികൾ നോക്കിയാൽ നിങ്ങൾക്കൊരു ഉദാഹരണം ഈ ഉദാഹരണം വളരെ പെട്ടെന്ന് മനസ്സിലാവും. മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമകളെക്കാൾ അപ്പുറമായിട്ട് നല്ല അഭിനയ പ്രാധാന്യമുള്ള, നല്ല ഡെപ്തുള്ള കഥാപാത്രങ്ങളെ കൊടുത്തു, നല്ല സിനിമകൾ അദ്ദേഹത്തിന് കൊടുത്തു. മോഹൻലാലിലേക്ക് വരുന്ന സമയത്ത് മീശ വിരിച്ച് മുണ്ടും മുറക്കി കുത്തി ഡയലോഗ് അടിക്കുന്ന, ആക്ഷൻ ചെയ്യുന്ന ഒരു പക്ക മാസ് ഹീറോയിനെയാണ് മോഹൻലാലിന് വേണ്ടി രഞ്ജിത്ത് തയ്യാറാക്കിയത്. ഇത് നിങ്ങൾക്ക് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ എത്താവുന്ന കാര്യമുള്ളൂ. പലരും ഇതിനെപ്പറ്റി പലയിടത്തായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. അപ്പോൾ ആ ഒരു സംഭവമാണോ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇവിടെ പരീക്ഷിക്കുന്നത് എന്നുള്ളത് നോക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ വർഷം കഴിഞ്ഞ വർഷം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാമല്ലോ, ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ വർഷമായി. എന്ത് തന്നെയായാലും കഴിഞ്ഞ വർഷം വന്ന നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ
സിനിമ പൂർണ്ണമായിട്ടും ഒരു ആർട്ട് സിനിമയായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ അത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് കൊടുത്ത ആ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ സിനിമ ആസ്വദിച്ച ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ആസ്വദിച്ച ആളുകൾ എന്ന് എടുത്തു പറയാൻ കാരണം ആ സിനിമ പലർക്കും മനസ്സിലായില്ല, ദഹിച്ചില്ല എന്നൊക്കെ ഉള്ള പല കമൻറ്റുകളും കാണും. അതിനകത്ത് മനസ്സിലാക്കാനും ദഹിക്കാനും ഒന്നുമില്ല. ആ കണ്ടത് തന്നെയാണ് ആ സിനിമ. അതിനകത്തുള്ള പെർഫോമൻസും ആ ഒരു വ്യക്തിയുടെ മനോവികാരങ്ങളും എങ്ങനെയാണ് അതിനകത്ത് കാഴ്ചവെച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മമ്മൂട്ടി പെർഫോം ചെയ്ത് ഫലിപ്പിച്ചത് എന്നൊക്കെ ഉള്ളത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കുമോ ഇത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ബ്രഹ്മയുഗത്തിനൊക്കെ വരുന്ന സമയത്ത് മമ്മൂട്ടിയെക്കുറിച്ച് ജിയോ ബേബി അതായത് ഇപ്പോൾ ലാസ്റ്റ് കാതൽ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, മമ്മൂട്ടിയുടെ അടുത്ത് കഥ പറയണമെങ്കിൽ എന്താണ് വേണ്ടത്, എന്താണ് ക്വാളിറ്റി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പുതുമയുള്ള ഒരു സബ്ജക്റ്റുമായിട്ട് ചെല്ലുക, അദ്ദേഹം ഡേറ്റ് തരും, അദ്ദേഹം പുതിയ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വെറൈറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. അത് വളരെയധികം സത്യമായിട്ട് നമുക്ക് കഴിഞ്ഞ 2 വർഷത്തെ ഹിസ്റ്ററി, മമ്മൂട്ടിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിനകത്ത് കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമകളുണ്ട്, വലിയ വലിയ ഹിറ്റായ സിനിമകളുണ്ട്, വലിയ പരാജയങ്ങളായി പോയ കൊമേഴ്സ്യൽ സിനിമകളുണ്ട്. പരാജയങ്ങളായി പോയ കൊമേഴ്സ്യൽ സിനിമ എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ക്രിസ്റ്റഫർ മാത്രമാണ്. ക്രിസ്റ്റഫർ എന്ന് പറയുന്ന സിനിമയും ഒരു പക്ക കൊമേഴ്സ്യൽ മൂഡിലേക്ക് ചെയ്ത പടമാണ്. എന്നാൽ ബാക്കിയുള്ള സിനിമകളിലേക്ക് വരുന്ന സമയത്ത് വിജയിച്ചായാലും പിന്നെ വേറെ പരാജയമൊന്നും വന്നിട്ടില്ല. ബാക്കി വിജയിച്ച സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കൊമേഴ്സ്യൽ വാല്യൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താവുന്ന 1-2 സിനിമകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും വന്നിരിക്കുന്നത് പക്ക വ്യത്യസ്തമായിട്ടുള്ള മലയാള സിനിമയിൽ തന്നെ ഇന്നുവരെ കാണാത്ത പല അത്ഭുത സിനിമകളുമായിരുന്നു ഈ കുറഞ്ഞ 2-3 കൊല്ലത്തിനിടയിൽ മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതായത് വെറൈറ്റി അദ്ദേഹം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല, വെറൈറ്റി അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. ബ്രഹ്മയുഗത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോൾ തന്നെ വലിയ കോളിളക്കം കേരളത്തിൽ സൃഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പോസ്റ്റർ അതിന് ഒരു തീ കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു നടത്തിയിരുന്നത്. പിന്നീട് മറ്റ് താരങ്ങളുടെ പോസ്റ്ററുകളും പുറത്തു വരുന്നുണ്ട്. അർജുൻ അശോകൻ്റെയും അതുപോലെ സിദ്ധാർത്ഥിൻ്റെയൊക്കെ പോസ്റ്ററുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെല്ലാം നല്ല സ്വീകരണം കിട്ടുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് സിനിമ ഒരു പ്യുവർ കൊമേഴ്സ്യൽ സിനിമ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് കൊമേഴ്സ്യലും ആർട്ടും കലർന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയുള്ള സിനിമകളാണ് മലയാളത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് തന്നെ വേണം പറയാൻ. മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 2000-ന് ശേഷം ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ മാസ് ഹീറോസ് അധികമായിട്ട് വരുന്നത്. 2000-ന് മുകളിൽ 90-കളിലേക്കും 80-കളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് മാസ് ഹീറോസ് അവിടെ ഉണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയൊക്കെ തകർത്താടിയ സിനിമകളുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും സുരേഷ് ഗോപി ഉൾപ്പെടെ, അതായത് അധികം ആർട്ട് സിനിമകളിലോ അഭിനയ പ്രാധാന്യമുള്ള സിനിമകളിലോ അഭിനയിക്കാത്തൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പോലും വളരെ കലാമൂല്യമുള്ള സിനിമകൾ ഈ സമയങ്ങളിൽ സംഭവിച്ചിരുന്നു. ഒരു ഘട്ടമുണ്ടായിരുന്ന അതിനു മുമ്പുള്ള കാലഘട്ടത്തിലേക്കുള്ള സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ്യൽ ഏതാ ആർട്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള പക്ക പ്യുവർ ആർട്ട്, അതായത് പ്യുവർ കലാമൂല്യമുള്ള സിനിമകൾ വന്നിരുന്നു. അത് തിയേറ്ററുകളിലും വിജയിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മമ്മൂട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു തിരിച്ചുപോക്കിലേക്ക് വേണ്ടിയാണ് മമ്മൂട്ടി ശ്രമിക്കുന്നത്. മലയാള സിനിമയെയും അതിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ബ്രഹ്മയുഗവും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അഭിനയ പ്രാധാന്യമുള്ള ഒരു സിനിമയും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമയുമായിട്ട് ബ്രഹ്മയുഗം മാറുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ വിജയം മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ ഇടയിൽ വലിയ മാർക്കറ്റ് നേടിക്കൊടുക്കുമെന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ സിനിമയ്ക്കിടയിലെങ്കിലും ഇപ്പോഴേ അത് ചർച്ചയായി തുടങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ട മലയാള സിനിമ പിന്നീട് കുറേ കാലങ്ങളോളം ചർച്ച ചെയ്യപ്പെടാതെ പോയതിൻ്റെ കാരണവും ഈ പറഞ്ഞ പോലെയുള്ള തെലുങ്ക് സിനിമകളുടെയും തമിഴ് സിനിമകളുടെയും ചൂട് പിടിച്ച് ഇവിടെയും അതുപോലെയുള്ള മാസ് ഹീറോസിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ഇവിടെ വിജയിക്കുന്ന സിനിമകളെല്ലാം ആ ഒരു കാറ്റഗറിയിലേക്ക് പോവുകയും ഒരു ഘട്ടത്തിൽ രൂപപ്പെട്ട ഫാൻസുകാർ അതിനുവേണ്ടി മാത്രമായിട്ട് സിനിമ കാണുന്ന ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറ്റി പഴയ രീതിയിലേക്ക് നല്ല കലാമൂല്യമുള്ള, നല്ല അഭിനയ പ്രാധാന്യമുള്ള നല്ല സബ്ജക്റ്റുകൾ എടുത്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പഴയ സിനിമകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും മലയാള സിനിമയുടെ പ്രൗഢിയുടെ അല്ലെങ്കിൽ പ്രതാപത്തിൻ്റെ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ 2 സിനിമകളിൽ ആ ഒരു തിരിച്ചുപോക്കിന് ഏറ്റവും കൂടുതൽ സാധ്യത ബ്രഹ്മയുഗത്തിനാണ് എന്നുള്ളതാണ്. മറ്റേ സിനിമ കലാമൂല്യമുള്ള സിനിമയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ലിജോ ജോസ് പല്ലിശ്ശേരി എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ കഴിവ് കൈവിട്ടുകൊണ്ട് ഒരു
മാസ് പടത്തിലേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും അത് എത്രത്തോളമായിരിക്കും അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ചോദ്യമുണ്ട്. സബ്ജക്റ്റ് ബേസ് ചിലപ്പോൾ തീ പാറിക്കാനുള്ള സാധ്യതയുണ്ട്. കഥയുടെ ഡെപ്ത് വലിയ കാര്യമായിട്ട് തീ പാറിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ ഒരു മാസ് ഹീറോ ആയിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഇതുവരെ പുറത്തു വന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് വലിയ അഭിനയ പ്രാധാന്യമുള്ള റോളാണോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നിരുന്നാലും മോഹൻലാലിന് ഈ അടുത്തിടയ്ക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച കഥാപാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. കുറേ കാലമായിട്ട് അദ്ദേഹം കലാമൂല്യമുള്ള സിനിമ എന്നുള്ളൊരു വാക്ക് പോലും അദ്ദേഹം മറന്നുപോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാം മാസ് സിനിമകൾ, കൊമേഴ്സ്യൽ സിനിമകൾ, സാമ്പത്തിക ലാഭമുള്ള സിനിമകൾ, ആ ഒരു റേഞ്ചിലേക്ക് മോഹൻലാൽ സിനിമകൾ മാറിയിരുന്നു. അവിടെയാണ് ഈ 50 കോടിയും 100 കോടിയും 200 കോടിയൊക്കെ കേരളത്തിൽ ചർച്ചയായി തുടങ്ങിയതും. എന്തുതന്നെയാലും ആ ഒരു സംഭവത്തിൽ നിന്ന് മാറ്റം മോഹൻലാൽ ആഗ്രഹിച്ചിട്ട് എടുത്ത കഥാപാത്രമാണ് ഇത് എന്നുണ്ടെങ്കിൽ ഇതും ഈ പറഞ്ഞ ബ്രഹ്മയുഗത്തെ പോലെ തന്നെ നമ്മുടെ പ്രതീക്ഷകൾ, എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ബ്രഹ്മയുഗത്തെ പോലെ തന്നെ ഒരു നല്ല കലാമൂല്യമുള്ള ഒപ്പം കൊമേഴ്സ്യൽ മൂല്യമുള്ള സിനിമയായിട്ടാണ് ഇതും വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ഒരു വലിയ ഒരു തിരിച്ചുവരവായിരിക്കും ഈ 2024 സംഭവിക്കുക എന്ന് തന്നെ വേണം ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.